ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ഒരു സൗമ്യ ജീവിതം നയിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് യെശയ്യായുടെ പുസ്തകം 61 അധ്യായത്തിൻ്റെ 4 തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഇത് പരിഹരിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് 61 സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടും. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് സ്തുതിയുടെ മേലങ്കിയും നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ആ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ഇങ്ങനെ അയച്ചുവെങ്കിൽ ആ കർത്താവ് ഈശോ മിശിഹ നമുക്ക് തരുന്ന ആ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് നമുക്ക് നൽകിയ ആ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൗജന്യമായി നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ആ ഫലങ്ങളിൽ നമ്മൾ സൗമ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സൗമ്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, പണ്ട് നശിച്ചു പോയവ ഇങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഇന്ന് പല കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തലമുറകളായി കടന്നു വന്ന വിനാശങ്ങൾക്കടിമപ്പെട്ട്, തലമുറകളായി കടന്നു വന്ന പാരമ്പര്യ രോഗങ്ങൾക്കടിമപ്പെട്ട്, തലമുറകളിലൂടെ കടന്നു വന്ന ദുശീലങ്ങൾക്കടിമപ്പെട്ട്, തലമുറകളിലൂടെ കടന്നു വന്ന ദുസ്വഭാവങ്ങൾക്കടിമപ്പെട്ട്, തലമുറകളിലൂടെ കടന്ന പാപവാസനകൾക്കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പിന്തിരിഞ്ഞു വരുമ്പോൾ, ദൈവ തിരുസന്നിധിയിലേക്ക് അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. മോനെ, നിൻ്റെ ജീവിതത്തിൽ പണ്ട് നശിച്ചു പോയവയൊക്കെ ഞാൻ പുനരുദ്ധരിച്ചു തരും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. അതുപോലെ തന്നെ നശിച്ചുപോയ നഗരങ്ങളെയൊക്കെ പുനരുദ്ധരിക്കുവാനായിട്ടുള്ള ഒരവസരം ഞാൻ നിനക്ക് നൽകും. ഇന്ന് പല കുടുംബത്തിലും തലമുറകളായി പലതും നശിച്ചു കിടപ്പുണ്ട്. അതിനേക്കൊന്ന് പുനരുദ്ധരിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നത് ഒരു സൗമ്യ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. വെറുപ്പിലും വിദ്വേഷത്തിലും കോപത്തിലുമൊക്കെ കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്കും മറ്റൊരാത്മാവിനെ നേടുവാൻ സാധ്യമല്ല. പിന്നെയോ ഒരു സൗമ്യതയുള്ള വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവ നശിച്ചു പോയതിനെ പുനരുദ്ധരിച്ച് തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് ചേർക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഫലങ്ങൾ കൊണ്ട് തന്നെ നിറയ്ക്കണമേ. ഇന്ന് ആൾക്കാർക്ക് വരങ്ങൾ മതി, രോഗശാന്തി വരം വേണം, അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം വേണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരങ്ങളല്ല ആവശ്യം, ഫലങ്ങളാണ് ആവശ്യം. ആ ഫലങ്ങൾ കൊണ്ട് നിറയുമ്പോഴാണ് ആ കർത്താവിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. നമുക്ക് ദൈവത്തിരുമുമ്പിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ ഫലം മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരു ഉപകരണങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.